നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ടു Machanz Thattukada. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി സ്പാനിഷ് ഓംലേറ്റ് ആണ്. വളരെ ഈസിയും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ സ്പാനിഷ് ഓംലേറ്റ് ഉണ്ടാക്കാൻ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ. ആ ടൈമിന് തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇതൊന്ന് വാടി വരും, സവാളയും പൊട്ടറ്റോ ക്യാബേജൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് മല്ലിയിലയും ഇട്ട് ഒന്ന് ഇളക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. അതിനുശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഉപ്പ് ഇടുക. ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി, അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇടാം. ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മുട്ട എടുത്തിട്ട് നമ്മൾ ഈ വാട്ടി വെച്ചിരിക്കുന്ന മിക്സ് നമ്മൾ മുട്ടയിൽ ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കും. നല്ലോണം ബീറ്റ് ചെയ്യണം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യുക. പിന്നെ വീണ്ടും ഒരു പാൻ എടുക്കുക, അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട പതിയെ ഒഴിച്ചു കൊടുക്കുക. ബീറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് മുട്ട നമുക്ക് മാറ്റി വെക്കാം. അധികം സ്പ്രെഡ് ചെയ്യരുത്. അധികം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പാടായിരിക്കും. നമ്മൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ കുറച്ച് ആയി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ചീസ് നല്ലോണം ആഡ് ചെയ്യാം. ചീസ് നല്ലോണം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചീസ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട, ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. ഒഴിച്ച ശേഷം ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് നേരം കുക്ക് ചെയ്യാൻ വെക്കണം ഒരു ലോ ഫ്ലെയിമിൽ. അതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഇത് തന്നെ വീണ്ടും തിരിച്ച് പാനിലേക്ക് മറിച്ചിടണം. സൂക്ഷിച്ച് വേണം മറിച്ചിടാൻ. അതിന് ശേഷം നമുക്ക് ആ മറിച്ചിട്ട ഭാഗവും നമുക്ക് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കാം. വളരെ ഈസിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. Machanz Thattukada സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.